പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളെല്ലാം സഹോദരങ്ങൾ മാത്രമാണ്. മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നല്ലത് ചെയ്യണേ. മുഅ്മിനീങ്ങളോട് നല്ലതേ ചെയ്യാൻ പാടുള്ളൂ. അവനൊരു വിഷമമുണ്ടാക്കുന്ന അവസ്ഥ, ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിലോ നിന്റെ സ്വഭാവത്തിലോ ഉണ്ടാവാൻ പാടില്ല. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും സഹോദരിമാരാണ്. നിന്റെ സഹോദരനാണ്, നിന്റെ സഹോദരിയാണ് ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, നിന്റെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ അവനെ വേദനിപ്പിക്കാനല്ല, അവനെ ഇകഴ്ത്താനല്ല, അവനെ കുറ്റപ്പെടുത്താനല്ല, അവനെ വേദനിപ്പിക്കാനല്ല. ഫഅസ്ലിഹൂ ബൈന അഖവൈകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ ഈ സഹോദരങ്ങളായ മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കണേ. അല്ലാഹുവിനെ പേടിക്കണേ. നിങ്ങൾ ഇടപെടുമ്പോൾ അല്ലാഹുവിനെ പേടിക്കണേ. ലഅല്ലകും തുർഹമൂൻ, ഇങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് നല്ല രീതിയിൽ ഇടപെട്ടാലേ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിമിന്റെ ഡെഫിനിഷൻ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകളിൽ നിന്നും അവന്റെ നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. എന്നാലേ നിന്നെ കുറിച്ചൊരു മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. ആരാണ് മുസ്ലിമീങ്ങൾ? എങ്ങനെ ഒരാൾ മുസ്ലിമായി മാറും? യഥാർത്ഥ മുസ്ലിം നാമമാത്ര മുസ്ലിമല്ല. അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂൻ, മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. ബിൽ ലിസാനി, നമ്മുടെ നാവിൽ നിന്ന്. ഈ നാവ് കൊണ്ട് ഒരു മുസ്ലിമിനും നോവിക്കാൻ പാടില്ല, ഒരു മുസ്ലിമിനെയും വേദനിപ്പിക്കാൻ പാടില്ല. അതിനല്ല ഈ നാവ് തന്നത്. ലിസാനിൻ ദാകിർ, അല്ലാഹുവിനെ സ്മരിക്കാനുള്ള നാവാണിത്. ഒരു മുസ്ലിമിനും നമ്മുടെ നാവ് കാരണം വേദനിച്ചാൽ ഞാനും നിങ്ങളും നാമമാത്ര മുസ്ലിമീങ്ങളായി മാറും. യഥാർത്ഥ മുസ്ലിമല്ല. മിൻ ലിസാനിഹി വയദിഹി, നമ്മുടെ കൈകൾ അത് മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കാനുള്ള ആയുധമാക്കി മാറ്റാൻ പാടില്ല. കൈകൾ എന്ന് പറയുമ്പോൾ അടിയായി, ഇടിയായി, ചാറ്റിംഗായി, ചീറ്റിംഗായി, അപ്ലോഡിംഗായി എല്ലാം നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും മറ്റൊരു മുസ്ലിമിന് വേദനയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ തൊപ്പിയും ഈ വെള്ളക്കുപ്പായവും ഈ തലപ്പാവും മാത്രമേ നമ്മളിൽ ഉണ്ടാകൂ. അല്ലാതെ നമ്മൾ മുസ്ലിമല്ല. ഇത് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ പറ്റുമോ എന്നെക്കുറിച്ച് ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ കുറിച്ച് ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ? ഒരാളുടെ തകർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരാളിലെയും വളരാൻ വിടാത്ത ആളുകളാണ് പ്രത്യേകിച്ചിട്ട് മലയാളികൾ. പ്രത്യേകിച്ചിട്ട് മലയാളികളുടെ സ്വഭാവമാണ് പാലവെക്കുക എന്നത്. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, മുതലാളി മലയാളിയാണെങ്കിൽ ഇവിടുത്തെ അളന്നു മുറിച്ചിട്ട് സാലറി കൊടുക്കൂല, വളരാൻ കൊള്ളില്ല. മാസത്തിലോ വർഷങ്ങളിലോ സാലറിയിൽ വർധനവുണ്ടാവില്ല, പ്രൊമോഷൻ കിട്ടൂല. അവനെ വളരാൻ ഒരു രേഖയും അനുവദിക്കാത്ത ഏതെങ്കിലും മുതലാളിമാർ ഗൾഫിലുണ്ടെങ്കിൽ അത് മലയാളികളാണ്. മറ്റുള്ള മുതലാളിമാർ ഇവന് പ്രൊമോഷൻ കൊടുക്കും, ഇവന് വളരാനുള്ള അവസരം കൊടുക്കും. മലയാളികൾ അങ്ങനെ അവസരം കൊടുക്കില്ല. അങ്ങനെ ഒരു മോശപ്പെട്ട ആളുകളായി പ്രബുദ്ധരായ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന കേരളക്കാർ ആയി മാറാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ജനങ്ങൾക്ക് നന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് വരുന്നത്. അല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയേ അരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായ താക്കീത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മുഅ്മിന മിൻ അഹ്ലിൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. തലയില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? തലയില്ലാതെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്, കാലില്ലാതെ ജീവിക്കുന്നവരുണ്ട്, കണ്ണില്ലാതെ ജീവിക്കുന്നവർ, ചെവിയില്ലാതെ. പക്ഷേ തലയില്ലാതെ ജീവിക്കുന്ന ഒരാളെ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു തലയ്ക്ക് നമ്മുടെ ഉടലുമായി എത്രത്തോളം ബന്ധമുണ്ടോ അതേപോലെ നമ്മളുമായിട്ട് മറ്റുള്ള മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ബന്ധമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ തല, ഈ തലയോട് നമ്മുടെ ഉടലിന് എത്ര ബന്ധമുണ്ട് അതേ ബന്ധം മുഅ്മിനീങ്ങളായ ആളുകളോട് നമ്മൾക്കുണ്ടെന്നാണ്.
തലയ്ക്ക് തലവേദന വരുമ്പോ രാത്രി ഉറക്കൊഴിക്കുന്നത് പോലെ നമ്മുടെ അയൽവാസിക്ക് ഒരു വേദന വരുമ്പോ നമ്മൾ ഉറക്കൊഴിക്കണം. ഇന്ന് രാവിലെ ജുമയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഒരു സഹോദരി, വൃദ്ധയായ ഒരു സഹോദരി വന്നിട്ട് വിഷമം പറഞ്ഞുകൊണ്ട് കരയുന്നത്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. പറഞ്ഞു, ഉസ്താദേ, എന്റെ അയൽവാസി എന്നെ പീഡിപ്പിക്കുകയാണ്, എന്നെ ദ്രോഹിക്കുകയാണ്, എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്റെ കുടുംബക്കാരനാണ്, എന്നെ ചീത്ത പറയുന്നു, തേങ്ങ എന്റെ സംഘിൽ നിന്ന് വീഴുന്ന തേങ്ങ അവരുടെ വളപ്പിലേക്കും അവരുടെ സ്ഥലത്തേക്കും വീണതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ ചീത്ത പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ വാലിൽ പറയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വൃദ്ധയായ സഹോദരി ഓടിയെത്തുന്ന രീതിയിലേക്ക് മുസ്ലിം സഹോദരി നമ്മൾ മാറിയാൽ എങ്ങോട്ടാണ് ഈ പോക്കിയെന്ന് നമ്മൾ ആലോചിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോവുക? മരിച്ചു പോകട്ടെ. ചെറിയ ചെറിയ പിറ്റി കേസിന്റെ പേരിലൊക്കെ കൊലപാതകങ്ങൾ ഉണ്ടാവുക, ചെറിയ ചെറിയ അല്ലാതെ ചില്ലറ കാര്യങ്ങളുടെ പേരിൽ കുടുംബത്തിൽ വഴക്കുണ്ടാവുക, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അയൽവാസികൾ പരസ്പരം തർക്കിക്കുക, കുടുംബങ്ങൾ പ്രശ്നമുണ്ടാക്കുക. ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് മലയാളികളും മുസ്ലിമുകളും മാറാൻ പാടില്ല. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ മുഅ്മിന മിൻ അഹ്ലിൽ ഈമാനി ബിമൻസിലത്തിൽ റഅസി മിനൽ ജസദി. നമ്മുടെ തലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ ഒരു മുസ്ലിമുമായി ഒരു മുഅ്മിനുമായി എല്ലാവർക്കും ബന്ധമുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ തലയ്ക്കൊരു വേദന വരുമ്പോ രാത്രി ശരീരം മുഴുവനും ഉറക്കൊഴിക്കുന്നത് പോലെ നമ്മുടെ അയൽവാസിക്കോ നമ്മുടെ ചങ്ങാതിക്കോ ഒരു രോഗം വന്നാൽ നമ്മളെല്ലാവരും അതിന്റെ വേദന അനുഭവിക്കണം. എന്റെ സുഹൃത്തിനൊരു അസുഖം വന്നാൽ ഞാൻ വേദനിക്കണം. ബോധരായ നമ്മുടെ പേര് മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് 2 കിഡ്നിയും വീക്കായി ബാംഗ്ലൂരിൽ ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. അള്ളാഹു പൂർണ്ണമായി ശിഫ നൽകട്ടെ. ഹാർട്ടിന്റെ അറ്റാക്ക് വന്നു, പിന്നെ ബ്ലോക്ക് വന്നു, എന്നിട്ട് അതിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണ്. അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായി ശിഫ നൽകട്ടെ. സഹോദരന്റെ വിഷമം വരുമ്പോ ആ ഒരു വിഷമം നമ്മൾക്കുണ്ടാകും. എന്റെ ഹൃദയത്തിൽ അറ്റാക്ക് വന്നതുപോലെ എനിക്ക് പ്രയാസമുള്ളതുപോലെയാണ് എന്റെ സഹോദരന്റെ വിഷമം വരുമ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. എങ്കിലും ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ രമ്യമായി ആളുകളോട് ഇടപെടാൻ, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.